അവിടെ ആളുണ്ട്, ഡോക്ടർമാരില്ല. ആകെ 2 3 ഡോക്ടർമാരുള്ളത്. ഇപ്പോൾ അതിൽ ഒരു ഡോക്ടറാണുള്ളത്. അവിടെ എത്രയോ ജനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടുന്നത്. ഇവിടെ ആ 4 വർഷത്തെ ശമ്പള കുടിശ്ശിക എന്നത് തികച്ചും ന്യായമായ ഒരു ആവശ്യമാണ്. അത് തരാം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയതുമാണ്. ഈ സമരം പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എൻട്രി കേഡർ ഡോക്ടർമാരുടെ ശമ്പള നിർണയത്തിലുണ്ടായ അപാകത പരിഹരിക്കുക എന്നുള്ളതാണ്. 2016 മുൻപും ശേഷവും, അതായത് 2016 പുതിയ ശമ്പള പരിഷ്കരണം വന്നിട്ടുള്ളത്. അതിന് തൊട്ട് മുൻപ് ജോയിൻ ചെയ്തവരും അതിനുശേഷം ജോയിൻ ചെയ്തവരും തമ്മിൽ വലിയൊരു തുകയുടെ വ്യത്യാസമാണ് ശമ്പള പരിഷ്കരണത്തിന്റെ അപാകത കാരണം ഉണ്ടായിട്ടുള്ളത്. അത് 2016 വരേണ്ട ശമ്പള പരിഷ്കരണം നിലവിൽ വന്ന് 2020 അന്ന് മുതൽ സർക്കാരിന്റെ പിന്നാലെ നടക്കുകയാണെങ്കിലും ഇതുവരെ അത് കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ലോകപ്രശസ്തമായിട്ടുള്ള കേരള മോഡൽ ആരോഗ്യ രംഗം എന്ന് പറയുന്നത് തകരുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു അപാകത പരിഹരിക്കാത്തതാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. അതാണ് ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയുന്നത് 2016 ജനുവരി മുതൽ ഉള്ള 4 വർഷം 9 മാസത്തെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഇതുവരെയും തന്നിട്ടില്ല. കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും അത് തരാൻ ഇതുവരെ സർക്കാർ അവരുടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം നിർവാഹമില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരോടുള്ള അവഗണന തീർത്തും അപലപനീയമാണ് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KGMCTയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഡോക്ടർമാർ സമരം ആരംഭിച്ചതോടുകൂടി മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന രോഗികളാണ് വലിയ പ്രയാസത്തിലായത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തി ഇതുവരെയും ഡോക്ടറെ കാണാൻ കഴിയാത്ത ഒരുപാട് പേര് ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഡോക്ടറെ കാണാൻ വന്നതാണോ? ഞങ്ങൾ പേരാമ്പ്രന്ന് ഡോക്ടറെ കാണിക്കാൻ വന്നതാ. രാവിലെ എങ്ങാൻ വന്ന് ഒന്നും ഇതുവരെ ഡോക്ടറെ കാണിക്കാൻ കഴിഞ്ഞില്ല. ആളുകളെ തിക്കും തിരക്കും കൂടി ഇതാ മക്കളെയും കൂടി ഞങ്ങൾ പുറത്തിരിക്കുക. കാണാൻ പറ്റിയില്ല, അത്ര നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇവിടെ എല്ലാവരും പ്രശ്നങ്ങളുണ്ട്, കാണാൻ പറ്റില്ല. ഡോക്ടറിനെ വേണ്ടി എല്ലാവരും പറയുന്നുണ്ട്. മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളും രോഗികളും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. അവിടെ ആളുണ്ട്, ഡോക്ടർമാരില്ല. ആകെ 2 3 ഡോക്ടർമാരുള്ളത്. ഇപ്പോൾ അതിൽ ഒരു ഡോക്ടറാണുള്ളത്. അവിടെ എത്രയോ ജനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ ബുദ്ധിമുട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ഡോക്ടേഴ്സ് ഇന്ന് അവിടെ കാണുന്നില്ല. PGC ഡോക്ടർമാരെ കാണുന്നുള്ളൂ. അപ്പോൾ കുറേ ആളുകളുണ്ട്, എപ്പോഴാണ് കഴിയാമെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് വാങ്ങിയിട്ട് മടങ്ങി പോകാം.